ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1657. ഇന്ന് ജൂലൈ മാസം 14-ാം തീയതി, 196-ാമത്തെ ദിവസത്തിലെത്തി. ഞാൻ വരുവോളം വ്യാപാരം ചെയ്തുകൊള്ളി. അങ്ങനെയൊരു ആഹ്വാനമുണ്ട് യേശു പറഞ്ഞ മനോഹരമായ ഒരു കഥയിൽ. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ അവിടുന്ന് ഏൽപ്പിക്കുന്ന നാണയങ്ങളൊന്നും നമ്മുടെ സ്വന്തമല്ല. അവയോരോന്നും യജമാനന്റേതാണ്. കണക്ക് ചോദിക്കുന്ന നാളുകളുണ്ട്, അതിന് തക്ക നേരവും. ബോധിപ്പിക്കാൻ ബാധ്യതയുണ്ടെന്ന് ഓർക്കുന്ന നല്ലതാണ്. ആ നേരത്ത് ഓടി ഒളിക്കാനൊന്നും സാധ്യതയില്ല, ഒരു അവസരവും. വിശ്വസ്തരായ വേലക്കാർ യജമാനന്റെ വരവിനായി കാത്തിരിക്കുക മാത്രമല്ല, തങ്ങളുടെ കർമ്മശേഷിയെ ആവും വിധം പ്രയോജനപ്പെടുത്താനും ഉത്തരവാദിത്വമുണ്ട്. എന്റെ ജീവിതത്തിൽ ദൈവമല്ലേ പ്രവർത്തിക്കേണ്ടത്? അങ്ങനെയൊരു വിചാരവും അങ്ങനെയൊരു ആഗ്രഹവുമുണ്ട്. അതെ, എന്റെ കാത്തിരിപ്പും പ്രാർത്ഥനയും അതിനായിട്ട് തന്നെയാണ്. എന്റെ ജീവിതത്തിൽ ദൈവം തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് വിശ്വാസത്തോടെ. ഞാൻ വളരെ വലിയ ഭക്തനാണ്. എന്തിനാണ് ദൈവം പ്രവർത്തിക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നത്? ദൈവം എപ്പോഴെ തുടങ്ങി വെച്ചു കഴിഞ്ഞു? ഞാൻ ഇതുവരെയും അത് അറിഞ്ഞില്ലേ? ഒരു ജീവിതം തന്നു, അതിൽ ജീവനെ ഈ നിമിഷം വരെ അവിടുന്ന് നിലനിർത്തി തരുന്നു. അതല്ലേ ദൈവത്തിന്റെ പ്രവൃത്തി? ഇതിന്റെ ബാക്കിയോ? തുടർച്ച ശരിക്കും എന്നിൽ നിന്ന് ആരംഭിക്കേണ്ടതും വരേണ്ടതും ആകേണ്ടതുമല്ലേ? അത് ഇന്നും നാളെയും മറ്റന്നാളും മാത്രമല്ല, യജമാനൻ തിരികെ വരുവോളം, അല്ലെങ്കിൽ യജമാനൻ എന്നെ തിരികെ വിളിക്കുവോളം. അതിനൊക്കെ തുടക്കം സ്വന്തം ധർമ്മം തിരിച്ചറിയുക എന്നത് തന്നെയാണ്. കർമ്മം ചെയ്തു പോരുക എന്നത് അടുത്തതും. യേശു പറഞ്ഞ ഈ കഥയിലെ ഒരുവനെ പോലെ ആയിത്തീരുകയാണ്. അറിയാതെയാണെങ്കിലും ഞാനും, ഒരുപക്ഷെ നിങ്ങളും. ഒന്നും ചെയ്യാതെ, ലഭിച്ചതിൽ ആ ഒരു തിരിച്ചറിവില്ലാതെ, ഒട്ടും വിനയവും നന്ദിയുമില്ലാതെ, പ്രതീക്ഷയും പ്രവർത്തനങ്ങളുമില്ലാതെ, നിരാശനും നിഷേധിയുമായി. എന്നാലും ഇന്ന് നമ്മൾ വല്ലാതെ ആക്റ്റീവാണ് കേട്ടോ, എല്ലാവരും. കാരണം ഇന്ന് സൺഡേ ആണല്ലോ. അതെ, ഞായർ ദിനം. ആക്റ്റീവാകാതിരിക്കാനായിട്ട് പറ്റാത്തൊരു ദിനം. പ്രാർത്ഥനയോടുകൂടി ആമേൻ.